My first speech. I was very shy. I never liked speaking in front of the people. One day, my teacher said, "You will give a small speech tomorrow." I was scared. That night, I wrote my speech and read it many times. My hands shook when I stood in front of the class. But I looked at my friends, took a deep breath, and spoke. Everyone clapped when I finished. My teacher smiled. "You did it," she said. I felt proud. I learned something important that day. Even if something feels hard, you can do it if you try. Now, I'm not so afraid to speak. I found courage inside me. മൈ സ്പീച്ച് മൈ ഫസ്റ്റ് സ്പീച്ച് എൻ്റെ ആദ്യത്തെ പ്രസംഗം. ഐ വാസ് വെരി ഷൈ. ഞാൻ ഒത്തിരി നാണം കുണുങ്ങിയായ ഒരാളായിരുന്നു. ഐ നെവർ ലൈക്ക് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ആളുകളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൺ ഡേ, ഒരു ദിവസം, മൈ ടീച്ചർ സെറ്റ്, എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, "യു വിൽ ഗീവ് എ സ്മോൾ സ്പീച്ച് ടുമോറോ." നാളെ നീ ഒരു ചെറിയ പ്രസംഗം പറയണം. ഐ വാസ് സ്കേർഡ്. ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ഐ റോട്ട് മൈ സ്പീച്ച്. എനിക്ക് പറയാനുള്ള സ്പീച്ച് എഴുതി. ആൻഡ് റെഡ് ഇറ്റ് മെനി ടൈംസ്. ഒത്തിരി പ്രാവശ്യം അത് വായിച്ചു. മൈ ഹാൻഡ് ഷുക്ക് വെൻ ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്. പിറ്റേ ദിവസം ഞാൻ പ്രസംഗിക്കാൻ ക്ലാസ്സിലെ കുട്ടികളുടെയും ടീച്ചറുടെയൊക്കെ മുൻപിൽ നിന്നപ്പോൾ എൻ്റെ കൈകളൊക്കെ വിറയ്ക്കുകയായിരുന്നു. ബട്ട് ഐ ലുക്ക്ഡ് അറ്റ് മൈ ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് നോക്കി. ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. ഞാനൊരു നല്ല ആഴത്തിലുള്ളൊരു ശ്വാസമൊക്കെ എടുത്ത്. ആൻഡ് സ്പോക്ക്. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. എവ്രി വൺ ക്ലാപ്ഡ് വെൻ ഐ ഫിനിഷ്ഡ്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. മൈ ടീച്ചർ സ്മൈൽഡ്. എൻ്റെ ടീച്ചർ പുഞ്ചിരിച്ചു. "യു ഡിഡ് ഇറ്റ്," ഷീ സെറ്റ്. നീ നന്നായി ചെയ്തു, അല്ലെങ്കിൽ നീ ചെയ്തു തീർത്തു, എന്നെക്കൊണ്ട് പറ്റി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എന്നെ പ്രശംസിച്ചു. ഐ ഫെൽറ്റ് പ്രൗഡ്. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി. ഐ ലേൺഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡേ. അന്ന് ഞാനൊരു കാര്യം പഠിച്ചു. എന്താണ്? ഈവൺ ഇഫ് സംതിങ് ഫീൽസ് ഹാർഡ്. നിനക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല, ഒത്തിരി ഹാർഡാണ് ചെയ്യാൻ എന്ന് തോന്നിയാലും നിനക്കത് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ട്രൈ. നീ പരിശ്രമിച്ചാൽ നിനക്കത് ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ടത് സാധിക്കും. നൗ ഐ ആം നോട്ട് സോ അഫ്രൈഡ് ടു സ്പീക്ക്. ഇപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ ഒരു പേടിയുമില്ല. ഐ ഫൗണ്ട് കറേജ് ഇൻസൈഡ് മീ. എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ധൈര്യമൊക്കെ കണ്ടെത്തി. ഇപ്പം എനിക്ക് നല്ല ധൈര്യമായി. അപ്പം ആദ്യത്തെ സ്പീച്ച് അത് ഒരിത്തിരി വിറയലോട് കൂടിയാണെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാനുള്ള ധൈര്യം സ്വയം വരുമെന്നാണ് ഈ ആദ്യത്തെ സ്പീച്ച് പറയുന്നത്. അപ്പം ഇത് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സ്പീച്ച് അല്ലെങ്കിൽ ഈ സെൻറ്റൻസുകൾ ആവർത്തിച്ചൊന്ന് പറയുകയോ എഴുതി പഠിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ.